الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ തൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള സാക്ഷ്യപത്രങ്ങളും രേഖകളും സമർപ്പിച്ചു കൊടുക്കാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ പലപ്പോഴായി പത്രത്തിൻ്റെ കോളങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരസ്യങ്ങളിലോ ഒക്കെ പലപ്പോഴായി നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യാറുള്ളതാണ്. പാനൂരിൻ്റെയും പൂനൂരിൻ്റെയും ഇടയിൽ വെച്ച് എൻ്റെ യാത്രയിൽ വെച്ച് എൻ്റെ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും രേഖകൾ നഷ്ടപ്പെട്ടു പോയത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എങ്കിൽ ഇന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടണം, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് വാർത്തകളും പരസ്യങ്ങളും സന്ദേശങ്ങളും ഒക്കെ വായിക്കുകയും അറിയുകയും ചെയ്തവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ദുന്യവിയായ ജീവിതത്തിൽ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് തടസ്സമായി തീരുന്ന രേഖകളുടെ നഷ്ടം, അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും അധ്വാനങ്ങളും പ്രയത്നങ്ങളുമായിട്ടാണ് പലപ്പോഴായി നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും ഖുവ്വത്തും ഖുദ്റത്തുമുണ്ട് എന്നും നിങ്ങളാണ് സമൂഹത്തിൽ ഏറ്റവും ഉന്നതര് എന്നുമൊക്കെ റബ്ബുൽ ആലമീൻ സവിശേഷത അറിയിച്ചിട്ട് പോലും ലോക ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദികളും തീവ്രവാദികളുമായി മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുകയും തീവ്രവാദത്തിൻ്റെ മുഖമുദ്ര മുഴുവൻ ഇസ്ലാമിലേക്ക് സമർപ്പിക്കുകയും
ഭീകരവാദികളുടെ നേതാവായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നുമൊക്കെ വ്യാഖ്യാനിക്കുകയും അത്തരത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ഇതര സമൂഹങ്ങൾ കൊത്തിവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്തസ്സ് നഷ്ടപ്പെട്ടു പോയ വിഭാഗമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. വലാ തഹിനു വലാ തഹ്സനു, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും തന്നെ ദുർബലരാവുകയോ ദുഃഖിക്കുകയോ ചെയ്യരുതേ. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാണ് എങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ, അല്ലാഹുവിൻ്റെ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ, കൃത്യമായ മുഅ്മിനുകളാണ് എങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ ഉത്തുംഗതയിൽ നിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ദുർബലരാകരുതേ, നിങ്ങൾ ദുഃഖിക്കരുതേ എന്ന് റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ ആധുനിക മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച അരുമ ശിഷ്യന്മാരായ സഹാബത്തിനെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ച് നബിതങ്ങളെ ഏറ്റവും വലിയ ഭീകരവാദിയായി വർണ്ണിച്ച് ലോകത്തെ ഏറ്റവും വലിയ വർഗീയ മതമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്താ സഹോദരങ്ങളെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? കൃത്യമായൊരു മുസൽമാൻ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായി ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ കലാപം സൃഷ്ടിച്ചിട്ടുള്ള ISIS എന്ന് പറയുന്ന സംഘടനയെ അറിയാത്തവരായി ആരുമില്ല. ഈ അടുത്ത കാലത്തുള്ള തങ്ങളുടെ വാട്സപ്പിന്റെ സന്ദേശങ്ങളിലേക്കും തങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ സന്ദേശങ്ങളിലേക്കുമൊക്കെ കടന്നു വരുന്നത് ഈ ദാഇഷ് എന്ന് പറയുന്ന, അറബിയിൽ ദാഇഷ് എന്ന് പരിചയപ്പെടുത്തുന്ന, ISIS എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പരിചയപ്പെടുത്തുന്ന ഈ തീവ്രവാദ സംഘടനകളുടെ കോട്ടിങ്ങുകൾ എടുത്ത് ആധുനിക മുസ്ലിം ചെറുപ്പക്കാരെ സന്ദേശമയച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഏതാ സന്ദേശം? വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് അവന് പ്രചോദനമായിട്ടുള്ളത്. നിബിതങ്ങളുടെ വചനങ്ങളാണ് ആ മനുഷ്യന് പ്രചോദനമായിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് മുസ്ലിം ചെറുപ്പക്കാര് തമ്മിൽ കൈമാറിയിട്ടുള്ളത് അന്യ നാടുകളിലുള്ള മുസ്ലിം ചെറുപ്പക്കാരല്ല, നമ്മുടെ പരിസര പ്രദേശത്തുള്ള മുസ്ലിം ചെറുപ്പക്കാര് തമ്മിൽ കൈമാറിയിട്ടുള്ള ഒരു മെസ്സേജിൽ ഹദീസ് എന്ന് പറയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വചനമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ഉമിർതു അൻ നുഖാതിലൻ നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ സഹാബത്തെ ഞാൻ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ജനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നത് വരെ എന്നോട് യുദ്ധം ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് സത്യസാക്ഷ്യത്തിന്റെ വചനം ജനങ്ങൾ ഉരുവിടുന്നത് വരെ യുദ്ധം ചെയ്യാൻ എന്നോട് റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിരിക്കുകയാ. വയുഖീമുസ്സലാത്ത വയുതുസ്സകാത്ത, അവര് നമസ്കരിക്കുന്നത് വരെ, അവര് സകാത്ത് നിർവഹിക്കുന്നത് വരെ, ഫഇദാ ഫഅലു ദാലിക അസമു മിന്നി ദിമാഅഹും വഅംവാലഹും, അപ്രകാരം അവർ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അരികിൽ നിന്ന് അവന്റെ രക്തം സംരക്ഷിക്കപ്പെട്ടോ, എന്റെ കൈകളിൽ നിന്ന് അവന്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെട്ടോ. അത് അംഗീകരിക്കാത്ത കാലത്തോളം ഞാൻ ജനങ്ങളുമായി യുദ്ധത്തിന് ഏർപ്പെടാൻ സന്നദ്ധനാണ്. അതിന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന പ്രവാചക തിരുമേനിയുടെ വചനങ്ങളാണ് ദാഇശിനെ പോലെയുള്ള ISIS എന്ന് പരിചയപ്പെടുത്തുന്ന തീവ്രവാദ ഭീകരവാദ സംഘടനകൾ മുസ്ലിം ചെറുപ്പക്കാരന്റെ രക്തത്തിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സൈറ്റുകളിൽ പരസ്യപ്പെടുത്തുന്നത്. എന്റെ സഹോദരങ്ങളോട് എനിക്കെന്നല്ല ഇസ്ലാമിക സമൂഹത്തിന് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളും
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും നിങ്ങൾ അറിയുമ്പോ അത് യഥാർത്ഥമായ സ്രോതസ്സിൽ നിന്ന് അറിയാനും പഠിക്കാനും നിങ്ങളും മെനക്കെടുകയും അതിനു വേണ്ടി തുനിയുകയും ചെയ്യണം എന്നുള്ളതാ സൂറത്തു തൗബയിലെ ആയത്താണ്. രണ്ടാമത് മുസ്ലിം ചെറുപ്പക്കാരന്റെ രക്തത്തെ തിളപ്പിക്കാൻ വേണ്ടി ഈ സംഘടനകൾ, ഈ വിഭാഗം ആളുകൾ തങ്ങളുടെ വെബ്സൈറ്റുകളിലൂടെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് ആയത്ത്? ഫഖ്തുലുൽ മുശ്രികീന ഹൈസു വജദ്തുമൂഹു വഖുദൂഹും എന്നിങ്ങനെയുള്ള വചനങ്ങളാ. മുശ്രിക്കിനെ കണ്ടടത്ത് വെച്ച് മുസൽമാനെ നീ വധിച്ചു കളയണം, മുശ്രിക്കിനെ വെറുതെ വിടരുതേ എന്നുള്ള വചനങ്ങളാ. അറിയണം എന്റെ സഹോദരങ്ങളെ, ഈ വചനം വിശുദ്ധ ഖുർആനിൽ ഏത് സന്ദർഭത്തിലാ അവതരിച്ചത് എന്നുള്ളത് ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് അറിയാത്തവരായി നമ്മളിൽ ആരും ഇല്ല. എന്തായിരുന്നു ഹുദൈബിയ സന്ധി? പിറന്ന നാട്ടിൽ നിന്ന് തങ്ങളുടെ കുടുംബക്കാരും തന്റെ ബന്ധുക്കളുമൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകനെ ആട്ടിയോടിക്കുകയാ. രക്ഷയില്ല, സമാധാനമില്ല, സ്വന്തം നാട്ടിൽ പാർക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് നബി തങ്ങളതാ റബ്ബുൽ ആലമീനിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. മദീനയിലെത്തിയപ്പോഴും നബി തങ്ങളെ മുശ്രിക്കുകൾ വെറുതെ വിട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ക്രൂശിച്ചു. ബദറിന്റെ ചരിത്രം ഓതിത്തരുന്നു എനിക്കും നിങ്ങൾക്കും, ഉഹുദിന്റെ ചരിത്രം ഓതിത്തരുന്നു എനിക്കും നിങ്ങൾക്കും. അവിടുന്നൊക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തം നാട്ടിൽ സമാധാനമില്ല, അഭയം തേടിച്ചെന്ന നാട്ടിലും ഇവർ സ്വസ്ഥത തരുന്നില്ല. ഇനി എന്തേ മാർഗമുള്ളോ? ഇവരുമായി സന്ധിയിലേർപ്പെടാം. അവിടുന്നതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുശ്രിക്കീങ്ങളുമായി സന്ധിയിലേർപ്പെടുകയാണ്. 10 കൊല്ലക്കാലത്തേക്കുള്ള സന്ധിയായിരുന്നു പ്രവാചക തിരുമേനി അവരുമായി ഒപ്പുവെച്ചത്. മദീനയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മക്കയിലേക്ക് കടന്നു ചെന്നാൽ, മദീനയിൽ നിന്ന് ആരെങ്കിലും മുശ്രിക്കായി മദീനയിലേക്ക് കടന്നു ചെന്നാൽ, മദീനയിൽ നിന്ന് മുശ്രിക്കായി വന്ന മനുഷ്യനെ മക്കക്കാർക്ക് സ്വീകരിക്കാം. പക്ഷേ മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി കടന്നു വന്നാൽ മദീനയിൽ അഭയം കൊടുക്കരുത് മുഹമ്മദ് എന്ന വലിയ ഒരു പ്രതിസന്ധിയുടെ, വലിയ ഒരു മറുപടിയുടെ ഒരു കരാറിലായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ ഒപ്പുവെച്ചത്. പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് കണിശമായ നിലയ്ക്ക് എതിരായ കരാറ് മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ കഴിയുന്ന സന്ദർഭത്തിൽ അബൂജന്തലിനെ പോലെയുള്ള ഒരുപാട് അടിമകളായ സഹാബത്ത് തങ്ങളുടെ കൈകളിൽ ചെങ്ങലകളുമായി ചെങ്ങല പൊട്ടിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നു. തങ്ങളുടെ പുറം കാണിച്ചു കൊടുത്തു, തങ്ങളുടെ മുതുക് കാണിച്ചു കൊടുത്തു. കാണുന്നില്ലേ റസൂലേ, ഈ ഞങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ മുറിവുകളും വ്രണമായി വേദനിക്കുന്ന ശരീരവുമായി ഒരു സമാധാനമില്ലാതെ മദീനയിലേക്ക് കടന്നു വന്നത് ഞങ്ങൾക്ക് റസൂലേ താങ്കൾ അഭയം നൽകണമെന്ന് പറയുമ്പോ നബി തിരുമേനി പറയുന്നു, ഇല്ല, ഞാനൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാ. അത്രയും സുദൃഢമായ കരാറ്. എന്തിനു വേണ്ടി? തങ്ങൾക്ക് സമാധാനത്തോടുകൂടെ മദീനയിൽ ജീവിക്കണം, അതിനു വേണ്ടി. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഒരൽപ്പ വർഷത്തിന് ശേഷം ഈ മുശ്രിക്കുകൾ ഈ കരാറ് ലംഘിക്കുകയാണ്. ഒരു നിലക്കും പിറന്ന നാട്ടിൽ സമാധാനമില്ലാതെ അന്യനാട്ടിൽ കടന്നു ചെന്നു സ്വസ്ഥതയില്ല. അവിടുന്ന് ഒരു കരാറിൽ എഴുതി രേഖപ്പെട്ടു. എന്നിട്ടും അവരൊരു സ്വസ്ഥതയും തരുന്നില്ലെന്ന് കാണുമ്പോ അവസാനം വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ ഈ കരാറ് ലംഘിച്ചിട്ടുള്ള മുശ്രിക്കിനെതിരിൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ല പറയുന്ന ഒരു വചനമുണ്ട്. സൂറത്തു തൗബയുടെ ആദ്യ വചനം എന്ന് പറയുന്നത് ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി, മുശ്രിക്കുകളെ അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാണ്, അല്ലാഹു ഒഴിവാണ്. ഇലല്ലദീന ആഹദതും മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുമായി അല്ല ഏർപ്പെട്ടിട്ടുള്ള കരാറിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഏർപ്പെട്ടിട്ടുള്ള കരാറിൽ നിന്ന് അല്ല ഒഴിവായിരിക്കുന്നുവെന്ന്, റസൂലുള്ള ഒഴിവായിരിക്കുന്നുവെന്ന് അല്ല ആദ്യം പ്രഖ്യാപിക്കുകയാം. എന്നിട്ട് അവിടുന്ന് മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന ഫഇദൻ സലഖൽ അശ്ഹുറുൽ ഹറം, പവിത്രമായ മാസങ്ങള് അല്ലെങ്കിൽ അവധി വെച്ചിട്ടുള്ള മാസങ്ങള്, ആ മാസങ്ങൾ കഴിയുന്നതോട് കൂടെ ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജദ്തുമൂഹും വഖുദൂഹും
വഹ്സുറൂഹും നിങ്ങൾ അറിയണം വിശ്വാസികളെ, മുശ്രിക്കിനെ കാണുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ വധിച്ചു കളയണേ, നിങ്ങൾ അവരെ പിടിച്ചു കെട്ടണേ. മാത്രമല്ല നിങ്ങൾ അവരെ ബന്ധനസ്ഥതയിലാക്കുകയും ചെയ്യണം. വഖഉദു ലഹും കുല്ല മർസദിൻ, എല്ലാ ഒളിയിടങ്ങളിലും നിങ്ങൾ അവർക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുകയും ചെയ്യണമേ. എന്നിട്ടല്ല അവസാനം പറയുന്നത് ഫഇൻ താബോ, അവര് തൗബ ചെയ്യാൻ സന്നദ്ധരാണ്, വഅഖാമുസ്സലാത്ത, നമസ്കാരം നിലനിർത്താൻ സന്നദ്ധരാണ്, വആതുസ് സകാത്ത, അവിടുന്ന് സകാത്ത് നിർവഹിക്കാൻ സന്നദ്ധരാണ് എങ്കിൽ ഫഖലൂ സബീലഹും, അവരെ വിട്ടുകൊള്ളണേ, അവരെ ഒഴിവാക്കിക്കൊള്ളണേ. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, അല്ല പൊറുക്കുന്നവനാണ്, അല്ല കരുണ ചെയ്യുന്നവനാണ് എന്ന വചനം അവതരിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമിർതു അൻ ഉഖാതല, മനുഷ്യരെ ഞാൻ ജനങ്ങളെ വധിക്കാൻ, ഉമിർതു അൻ ഉഖാതില അന്നാസ, ജനങ്ങളെ വധിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങിയ ആദ്യം കേൾപ്പിച്ച ഹദീസിന്റെ വചനം റസൂലുള്ള ഉരുവിട്ടത് ഏത് മുശ്രിക്കുമായി സംഘട്ടനത്തിൽ ഏർപ്പെടാനാ. ഈ സന്ധി ലംഘിച്ച ഒരുപാട് മുശ്രിക്കുകൾ മദീനയിലും മക്കയുടെ പരിസരങ്ങളിലും കഴിഞ്ഞു പോയിരുന്നു, അവരെ വധിച്ചു കളയാനാ. മാത്രമല്ല വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നത് അവരെ പിടിക്കണേ, അവരെ ബന്ധിക്കണേ, അവരെ വധിച്ചു കളയണേ എന്ന് പറഞ്ഞ അതേ ഖുർആൻ മുശ്രിക്കിനെ കണ്ടെടുത്ത് വെച്ച് വധിക്കണേ എന്ന് പറഞ്ഞ മുശ്രിക് എന്ന പ്രയോഗം നടത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ മറ്റൊരു പ്രതിപാദ്യമുണ്ട്. വഇൻ അഹദുൻ മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്, ഏതെങ്കിലും ഒരു മുശ്രിക് അഭയം പ്രാപിച്ച് നിന്റെ അരികിലേക്ക് കടന്നു വരികയാണെങ്കിൽ അഭയം കൊടുക്കരുതേ, വധിച്ചു കളയണേ എന്നല്ല ഖുർആൻ പറഞ്ഞത്. അഭയം കൊടുക്കൂ നബിയെ അവന്, എന്നിട്ട് അവൻ ഖുർആൻ കേൾക്കട്ടെ, ഖുർആൻ അവരെ കേൾപ്പിക്കട്ടെ. സുമ്മ അബ്ലിഉഹു മഅ്മനഹു, ഖുർആൻ കേട്ടിട്ട് അവൻ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവന് ഒത്ത ഒരു സുരക്ഷിതമായ സ്ഥലം കൊണ്ടുപോയി അവന് നൽകണമേ എന്ന് ഖുർആൻ പ്രതിപാദിക്കുമ്പോ മുശ്രിക്കിനെ കണ്ടെടുത്ത് വെച്ച് വധിക്കണം എന്ന് പറഞ്ഞ തൊട്ടു താഴെയുള്ള വചനമാ. നിങ്ങൾ മുശ്രിക്ക് നിങ്ങളുടെ അരികിലേക്ക് അഭയം തേടി വന്നാൽ നിങ്ങൾ അവന് അഭയം കൊടുക്കണേ എന്ന് പറയുന്നത്. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ഈ ദാഇഷ് എന്ന് പറയുന്ന ദൗല ഇസ്ലാമിയ ഇറാഖ് വശാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടന മുസ്ലിം ചെറുപ്പക്കാരെ വധിച്ചു കളയാനും മുസ്ലിം രാഷ്ട്രങ്ങളിൽ കൊള്ളയും കലാപവും സൃഷ്ടിക്കാനും വേണ്ടിയുള്ള ഒരു വലിയ ഗൂഢതന്ത്രത്തിന്റെ ഇരകളായി മാറിയിരിക്കുകയാ മുസ്ലിം സമൂഹം. പക്ഷേ അവന് അറിയുന്നില്ല, ഖുർആന അവന്റെ മുന്നിൽ കാണിക്കുന്നത്, പ്രവാചകന്റെ വചനങ്ങളാ അവന്റെ മുന്നിൽ കാണിക്കുന്നത്. അറിയുമോ ഇത് ആരുടെ സന്തത സഹചാരിയാണ് എന്ന്? പ്രവാചക തിരുമേനി മദീനത്ത് വെച്ചുകൊണ്ട് ഒരു സന്ദർഭത്തിൽ യുദ്ധം കഴിഞ്ഞ് വനീമത്ത് സ്വത്തൊക്കെ ഓരിവെക്കുന്ന നിമിഷത്തിലതാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേർക്ക് ഒരു മനുഷ്യൻ എണീറ്റ് നിൽക്കുകയാ. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, യാ മുഹമ്മദ്, മുഹമ്മദേ ഇഅ്ദിൽ ഇത്തഖില്ലാഹ്, മുഹമ്മദേ നീ അല്ലാഹുവിനെ സൂക്ഷിക്ക്, ഇഅ്ദിൽ നീ നീതി കാണിക്ക് മുഹമ്മദേ. ധാർഷ്ട്യത്തോടുകൂടെ തിരുമേനിയുടെ മുഖത്ത് നോക്കി സംസാരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മോനെ ഞാൻ നീതി കാണിക്കുന്ന മനുഷ്യനല്ലേ, ഞാൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യനല്ലേ, എന്തിനാ എന്നോട് ഇത്ര കയർത്ത് സംസാരിക്കുന്നത്? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അന്യന്റെ മുതല് കൈവശപ്പെടുത്തിയിട്ടില്ലാത്ത ഈ മുഹമ്മദിനോട് നീ എന്തിന് നീതി കാണിക്കണമെന്ന് പറയുമ്പോ സഹാബത്ത് സടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാ. വധിക്കട്ട റസൂലെ, കൊന്നുകളയട്ടെ അവനെ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യമായി അല്ല നിയോഗിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, വേണ്ട, അരുതേ, അരുതേ, നിങ്ങൾ അവനെ വിട്ടേക്ക്, അവന്റെ പിൻകാലക്കാര് കടന്നു വരാനുണ്ട്. അവര് എങ്ങനെയുള്ളവരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ സ്വഭാവം വിശദീകരിക്കുകയാ. യഖറഊനൽ ഖുർആന, അവർ ഓതുന്നത് ഖുർആനാണ്. ലാ യുജാവിസു ഹനാജിറഹും, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഖുർആനിന്റെ വചനങ്ങൾ ആയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകില്ല. ഖൗമുൻ, ആ ജനവിഭാഗം
യുഹ്സിനൂന ഖീല, അവന്റെ സംസാരം കേൾക്കുമ്പോ, ഒരു മുസ്ലിം രാഷ്ട്രം പടുത്തുയർത്തണമെന്ന് കേൾക്കുമ്പോ, ഒരു മുസ്ലിം ഭരണകൂടം ഉണ്ടാകണമെന്ന് കേൾക്കുമ്പോ വല്ലാത്ത ഒരു മനോഹാരിത തോന്നാം. പക്ഷേ വയുസീഊനൽ ഫിഅല, അവന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മഹാനരികേടാണ്, കൊന്നുകളയുന്നത് മുസ്ലിം രാഷ്ട്രത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെയാണ്, വലിയ നെറികേടാണ് അവൻ പ്രവർത്തിക്കുക. യഖറഊനൽ ഖുർആന, അല്ലാഹുവിന്റെ പ്രവാചകന് അരിശം തീരുന്നില്ല. വീണ്ടും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖുർആൻ അവർ പാരായണം ചെയ്യും. യമുറുഖൂന മിനദ്ദീനി മുറൂഖസ്സഹ്മി മിനർ റമീഅ, ഒരു അമ്പ് തന്റെ ഇരയിൽ നിന്ന് അത് പുറത്തേക്ക് തുളച്ചു പോകുന്നത് കണക്ക് ഖുർആനിൽ നിന്ന് അവർ തെറിച്ചു പോകുന്നതാണ്. മാത്രമല്ല അവരുടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളെയാണ് അവർ കൊന്നു കളയുക. വയദഊന അഹ്ലുൽ ഔസാൻ, വിഗ്രഹാരാധകരായ പൂജകരായിട്ടുള്ള സൃഷ്ടി പൂജകരെ അവര് ഒഴിവാക്കുകയും ചെയ്യും. ഈ വിഭാഗം ആളുകളാണ് അവര് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രം മറിക്കുമ്പോ അറിയാം നമുക്ക്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഒരു ഖവാരിജിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നു. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞത് ഈ ഖവാരിജിയാക്കളിൽപ്പെട്ട ആളുകളായിരുന്നു. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരിൽ ശബ്ദിക്കാനും ഇസ്ലാമിക ഭരണത്തിനെതിരിൽ ശബ്ദമുയർത്തി കലാപമുണ്ടാക്കാനും തുനിയുകയും മെനക്കെടുകയും ചെയ്ത ഖവാരിജിയാക്കളുടെ അനന്തര വിഭാഗക്കാരാണ് യഥാർത്ഥത്തിൽ ഈ വിഭാഗക്കാര്. ഖുർആൻ അവൻ ഓതുന്നത് ഖുർആനിനെ വികലമാക്കി മുസ്ലിമീങ്ങളെ ചിന്നിച്ചിതറിപ്പിക്കാൻ വേണ്ടിയിട്ട. അത് നിങ്ങൾ തിരിച്ചറിയണേ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിയണം ഞാനും നിങ്ങളും, മനസ്സിലാക്കണം ഞാനും നിങ്ങളും. ഒരുപാട് സൈറ്റുകളും ഒരുപാട് വെബ്സൈറ്റുകളും ഒരുപാട് മെസ്സേജുകളും ഒക്കെ കൺമുന്നിലേക്ക് വരും. ഇംഗ്ലീഷ് ഭാഷ സുലഭമായി അറിയും എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥമായ സ്രോതസ്സിൽ നിന്നല്ലാതെ അറിയുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ദുര്യോഗത്തിലേക്കും വലിയ ദുരന്തത്തിലേക്കുമാണ് കടന്നെത്തി ചെല്ലുക എന്നുള്ളത് നാം മനസ്സിലാക്കുക. മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും വസിക്കുന്ന ഈ രാജ്യത്തിന് പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയുമ്പോ നമ്മൾ ഒരു കാര്യം അറിയണം. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, വഇൻ ജനഹു ലിസ്സലമി ഫജ്നഹ് ലഹാ, അവർ നിങ്ങളോട് സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുകയാണ് എങ്കിൽ നിങ്ങളും സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കണേ. വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യണേ. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അല്ലാഹ് അറിയുന്നവരാണ്, അല്ലാഹ് കേൾക്കുന്നവനാണ് എന്നും പറഞ്ഞ് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുകയാ. മാത്രമല്ല മറ്റൊരു വചനത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവ് ഖാലിഖായ റബ്ബുൽ ആലമീൻ നമ്മെ പഠിപ്പിക്കുന്നത് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത മനുഷ്യർ, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്ത മനുഷ്യർ, അൻ തബറൂഹും, അവരോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നതിന് അല്ലാഹ് എതിരല്ല മനുഷ്യരെ, വതുഖ്സിതു ഇലൈഹിം, അവരിലേക്ക് നിങ്ങൾ നീതി കാണിക്കുന്നതിനും അല്ലാഹു എതിരല്ലെന്ന് പറയുമ്പോ വിശുദ്ധ ഇസ്ലാം മുശ്രിക്കിനെ വധിക്കണം, ഇസ്ലാമിക സാമ്രാജ്യം പടുത്തുയർത്തണം അതിനു വേണ്ടി ഒരു പടയാളിയായി മാറണമെന്നും പറഞ്ഞ് ആയത്തും ഹദീസും ഓതുമ്പോ അതിന്റെ ബാക്കി പത്രം, അതിന്റെ ബാക്കി ഭാഗം പരിശോധിച്ച് യഥാർത്ഥമായ സ്രോതസ്സിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് എപ്പോൾ പറഞ്ഞു, എന്താണ് സഹാബത്തും താബിഈകളും പണ്ഡിതരും ഇതിന് നൽകിയ വ്യാഖ്യാനമെന്ന് തിരിച്ചറിയുകയും ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാത്ത പക്ഷം മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്, ആരെങ്കിലും ഒരുത്തൻ അന്യായമായി ഒരു മനുഷ്യനെ വധിച്ചു കളയാൻ തയ്യാറായി കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഔ ഫസാദിൻ ഫിൽ അർള്, ബോംബാകട്ടെ, ചാവേറാകട്ടെ, തോക്കുകളാകട്ടെ, സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും അകാരണമായി ഒരു മനുഷ്യ ജീവൻ പൊലിഞ്ഞതിന്, മുഴുവൻ മനുഷ്യ ജീവനും പൊലിഞ്ഞതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതേസമയം വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ പെടുകയും അവനെ സഹായിക്കുകയും അവനൊരു പുതുജീവൻ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനായി മാറുക. വിശുദ്ധ ഖുർആൻ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി അതിനെ ശരിയാവണ്ണം മനസ്സിലാക്കുകയും ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളിലും ഈ രൂപങ്ങളിലുള്ള വികലമായ വാദങ്ങളിലും ഉൾപ്പെടാതെ തന്റെ ഈമാനിനെയും തന്റെ ആദർശത്തെയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, മനുഷ്യരെ വിശ്വാസികളായി മാറുകയാണ് എങ്കിൽ ലോകത്ത് ഒരു പടപ്പിനും ലോകത്തൊരു സമൂഹത്തിനും നമ്മെ കൊത്തിവലിക്കാൻ കഴിയില്ലെന്ന അല്ലാഹു അവന്റെ ഖുർആനിലൂടെ നൽകുന്ന ഉറപ്പ്. അതുകൊണ്ട് ദുർബലരാകാതിരിക്കാൻ, ദുഃഖിക്കാതിരിക്കാൻ യഥാർത്ഥമായ സ്രോതസ്സിൽ നിന്ന് ഖുർആനും ഹദീസും പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത് ഇത്തരത്തിലുള്ള വികലമായ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ ചെലുത്തുക. അർഹമുർ റഹീമായ റബ്ബ് യഥാർത്ഥമായ സ്രോതസ്സിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കാനും കാര്യങ്ങൾ പഠിക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതര സമൂഹങ്ങൾ അവനെ കൊത്തിവലിക്കുകയും വെട്ടിനുറുക്കുകയും അവൻ്റെ അഭിമാനത്തെയും അവൻ്റെ അന്തസ്സിനെയും ക്ഷതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു ദുര്യോഗത്തിലും ദുരന്തത്തിലേക്കും മുസ്ലിം സമൂഹം അധപ്പതിച്ചു പോകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജിഹാദിന് ഇറങ്ങണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആദർശത്തിലേക്കും പ്രവാചകന്റെ വചനത്തിലേക്കും വേണ്ടി അതിലേക്ക് ക്ഷണിക്കാനും അതിൻ്റെ യഥാർത്ഥമായ ദിശാബോധം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമേ എന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. കാഫിറുകളെ നീ അനുഗമിച്ചു പോകരുതേ, കാഫിറുകളെ നീ പിൻപറ്റി പോകരുതേ. വിശുദ്ധ ഖുർആനുമായി അവരുമായി വലിയ ഒരു ജിഹാദ്, വലിയ ഒരു സംഘട്ടനം ആശയമായ തലത്തിൽ നീ നടത്തിക്കൊണ്ട് അവരുടെ വ്യർത്ഥമായ ആദർശത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണേ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ ആയത്തുകളെ വളച്ചൊടിക്കുകയും പ്രവാചകന്റെ ഹദീസുകളെ വളച്ചൊടിക്കുകയും ചെയ്ത് മുസ്ലിങ്ങളെ കൊണ്ട് മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടി മുസ്ലിം സമൂഹത്തെ നാമാവശേഷമാക്കാൻ വേണ്ടിയുള്ള യഹൂദരുടെ തന്ത്രത്തിന് താങ്ങും തണലുമായി നിന്ന് അവന്റെ ചൂണ്ടയിൽ കൊളർത്തിയ ഇര പോലെയായി തീരാതിരിക്കാൻ വേണ്ടി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും അതിൻ്റെ ആദർശവും ശരിയായ സ്രോതസ്സിലൂടെ പ്രചരിപ്പിക്കാനും അതിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കാനും വേണ്ടി നമ്മൾ സന്നദ്ധരാവുക. ആ രൂപത്തിൽ ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഉത്തുംഗതയിൽ എത്തി നിൽക്കുന്നത് എന്ന അല്ലാഹുവിൻ്റെ സാക്ഷ്യപത്രവും മനസ്സിൽ ഓർമ്മിപ്പിക്കുക. സഹോദരങ്ങളെ, ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ റിലീഫാണ്.
അതിലേക്ക് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സംഭാവനകൾ നൽകി സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അർഹമുർറഹീമായ റബ്ബ് ലോകത്തുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറുത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഖബർ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين.